യക്ഷിക്കഥകളിലൂടെ പ്രശസ്തമായ കേരളത്തിലെ ഒരു കൊച്ചു ഗ്രാമത്തിലേക്കായിരുന്നു എൻ്റെ ഈ യാത്ര. നിങ്ങൾക്ക് ഭയമുണ്ടോ? ഇന്ത്യയിൽ പ്രേതബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ട പ്രധാനപ്പെട്ട ഇടങ്ങളിലൊന്നാണ് ബോണക്കാട് ബംഗ്ലാവ്. തിരുവനന്തപുരം വിതുരയിൽ നിന്നും 25 കിലോമീറ്റർ പിന്നിട്ട് അഗസ്ത്യാർ മലനിരകളുടെ താഴ്വാരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഹൈറേഞ്ച് ഗ്രാമമാണ് ബോണക്കാട്. ഈ ഗ്രാമത്തിലാണ് പ്രേതബാധയുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഈ ബംഗ്ലാവ് സ്ഥിതി ചെയ്യുന്നത്. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ബോണക്കാട് എസ്റ്റേറ്റ് ഒരു വലിയ പട്ടണമായിരുന്നു. ഹെറാൾഡ് ഡെല്ലാസ് എന്ന ബ്രിട്ടീഷ് പ്രഭുവാണത്ര ഈ പ്രദേശം ഭരിച്ചിരുന്നത്. ബോണക്കാടിൻ്റെ സൗന്ദര്യം കണ്ട് പ്രഭു ഒരു ബംഗ്ലാവ് കാടിനുള്ളിൽ പണി കഴിപ്പിച്ചു. തൻ്റെ മകളും ഭാര്യയുമായി പ്രഭു ബംഗ്ലാവിൽ താമസവും തുടങ്ങി. പെട്ടെന്ന് ഒരു ദിവസം പ്രഭുവിൻ്റെ 12 വയസ്സുകാരി മകൾ ആ ബംഗ്ലാവിൽ ദാരുണമായി കൊല ചെയ്യപ്പെട്ടു. തൻ്റെ ഏക മകളുടെ മരണത്തിൽ മനംനൊന്ത പ്രഭുവും രാജ്ഞിയും ദുഃഖത്തിൽ നിന്ന് രക്ഷ നേടാൻ ഇന്ത്യ വിട്ട് ബ്രിട്ടനിലേക്ക് മടങ്ങിപ്പോയി. പിന്നീട് ഈ ബംഗ്ലാവ് വർഷങ്ങളോളം അടഞ്ഞുകിടന്നു. പ്രദേശവാസികൾ വിറകു ശേഖരിക്കാനും കന്നുകാലികളെ മേയ്ക്കാനും ഈ ബംഗ്ലാവിൽ എത്തുന്ന സമയത്ത് പല വിചിത്ര ശബ്ദങ്ങളും കോടമഞ്ഞിൻ്റെ ഇടയിൽ മരിച്ച മദാമക്കുഞ്ഞിൻ്റെ രൂപം കണ്ടതായും പറയപ്പെടുന്നു. അങ്ങനെയാണ് ഈ വാർത്ത പുറം ലോകം അറിയുന്നത്. ഇതറിഞ്ഞ് ഒരുപാട് യുക്തിവാദികൾ ഈ ബംഗ്ലാവിൽ രാത്രി താമസിക്കാൻ എത്തിയിട്ടുണ്ട്. പക്ഷെ ആരും തന്നെ ഒരു രാത്രി ഇവിടെ തങ്ങിയിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത്. രാത്രിയാകുമ്പോൾ ബംഗ്ലാവിൻ്റെ മുഴുവൻ പ്രകൃതവും മാറുമെന്ന്, ശക്തമായ കാറ്റും വിചിത്ര ശബ്ദങ്ങളും ആരെയും ഭയപ്പെടുത്തും എന്നുമാണ് തങ്ങിയിട്ടുള്ള പല ആളുകളും നമ്മളോട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ആ 23 കിലോമീറ്റർ പിന്നിട്ട് ബോണക്കാട് എന്ന ഹൈറേഞ്ച് ഗ്രാമത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതാണ് ബോണക്കാട്ടെ കുരിശുമല തീർത്ഥാടന കേന്ദ്രം. പെസഹ, ഈസ്റ്റർ ദിവസങ്ങളിൽ ധാരാളം വിശ്വാസികൾ ഇവിടെ എത്തിച്ചേരാറുണ്ട്. തിരുവനന്തപുരത്തെ വിതുര ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഈ ബോണക്കാട് എന്ന ഈ സ്ഥലം. ഇനി നാം ബോണക്കാട് എസ്റ്റേറ്റിലേക്കാണ് പോകുന്നത്. ഇതാണ് ബോണക്കാട് എസ്റ്റേറ്റ്. 1928 കാലഘട്ടത്തിലാണ് ഈ എസ്റ്റേറ്റ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. ബ്രിട്ടീഷുകാർ തന്നെയാണ് ഈ എസ്റ്റേറ്റും നിർമ്മിച്ചിട്ടുള്ളത്. ഒരു കാലഘട്ടത്തിൽ ബോണക്കാട് തിരുവനന്തപുരത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പട്ടണമായിരുന്നു. ഏറ്റവും വലിയ പട്ടണം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ വാണിജ്യാടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഏറ്റവും വലിയൊരു പട്ടണമായിരുന്നു ബോണക്കാട്. പിന്നീട് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോയപ്പോൾ ബോണക്കാടിൻ്റെ പതനവും തുടങ്ങി. പ്രധാനമായും തേയിലയും ഏലവും തന്നെയാണ് ഈ എസ്റ്റേറ്റിൽ കൃഷി ചെയ്യുന്നത്. ഇപ്പോൾ മഹാവീർ പ്ലാന്റേഷൻസ് എന്ന തമിഴ്നാട് ബേസ്ഡ് കമ്പനിയാണ് എസ്റ്റേറ്റിൻ്റെ നടത്തിപ്പുകാർ. ഈ എസ്റ്റേറ്റിൻ്റെ ആംബിയൻസ് പോലും നമ്മളിൽ ഭയങ്കര ഭീതി ജനിപ്പിക്കും. തികച്ചും വിജനമായ ഒരു പ്രദേശമാണ് ഈ എസ്റ്റേറ്റും ബോണക്കാടും. മറ്റൊരു സവിശേഷത എന്താണെന്ന് വെച്ചാൽ ഈ ബോണക്കാട് നിന്നുമാണ് നമ്മുടെ അഗസ്ത്യാർകൂടത്തേക്കുള്ള അഗസ്ത്യാർകൂടം ട്രക്കിംഗ് ക്യാമ്പ് 1, 2, 3 ബേസ് ക്യാമ്പുകൾ കഴിഞ്ഞ് അഗസ്ത്യാർകൂടത്തേക്ക് എത്തുന്നത് ഈ ബോണക്കാട് നിന്നാണ്. എനിക്ക് തോന്നുന്നു ഇതാണ് നമ്മുടെ ബേസ് ക്യാമ്പ്. അഗസ്ത്യാർകൂടത്തേക്കുള്ള ബേസ് ക്യാമ്പ് ഇവിടെ ബോണക്കാടാണ്. ഇനി നമ്മുടെ ഡെസ്റ്റിനേഷൻ ബോണക്കാട് ബംഗ്ലാവാണ്. വയസ്സുകാരിയായ പിഞ്ചുകുഞ്ഞിനെ അതിദാരുണമായി കൊല ചെയ്യപ്പെട്ട ആ ബംഗ്ലാവിലേക്ക്. കോടമഞ്ഞിൻ്റെ ഇടയിൽ ആ കുഞ്ഞിൻ്റെ രൂപവും മലർച്ചയും കേട്ടു എന്ന് പറയപ്പെടുന്ന പ്രേതബാധയുള്ള ആ ബംഗ്ലാവിലേക്ക്. ഇപ്പോൾ നമ്മൾ 25 GB എന്ന ബോണക്കാട് ബംഗ്ലാവിൽ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ബംഗ്ലാവിലേക്കുള്ള വഴി. ഈ വഴി നമ്മൾ കുറച്ച് ദൂരം മുന്നോട്ട് നടന്നിട്ട് വേണം നമുക്ക് ബംഗ്ലാവിൽ എത്തിച്ചേരാനായിട്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വഴിയാണത്. 2 സൈഡിലും കൊങ്ങിണി ചെടികളെല്ലാം പൂത്ത് നിൽക്കുകയാണ്. പുല്ലിട്ട വഴിയാണ്. വഴിയിൽ മരങ്ങളെല്ലാം വഴിയിൽ വട്ടം വീണ് കിടപ്പുണ്ട്. മരങ്ങളെല്ലാം ഒടിഞ്ഞ് വീണ് വഴിയിൽ കിടപ്പുണ്ട്. അത് കാരണം വഴി തടസ്സമാണ്. അതുകൊണ്ട് ബംഗ്ലാവിൻ്റെ അടുത്ത് വരെ നമുക്ക് വണ്ടി ഓടിച്ച് ചെല്ലാൻ പറ്റില്ല. കുറച്ച് ദൂരം നടന്നു വേണം ചെല്ലാനായിട്ട്. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒരു തകർന്നൊരു ബിൽഡിംഗ് ആണ്. അതായത് എനിക്ക് തോന്നുന്നു ഈ ബംഗ്ലാവിൻ്റെ പുറത്തുള്ള ഒരു സൂക്ഷിപ്പുകാരോ അങ്ങനെയുള്ള ആരോ താമസിച്ചിരുന്നൊരു വീടാണത്. അത് തകർന്ന് കിടക്കുകയാണ്. ഇപ്പോൾ ആൾ താമസമൊന്നുമില്ല.
ഇവിടെ നോക്കിയാൽ നമുക്ക് ബംഗ്ലാവിൻ്റെ റൂഫ് ടോപ്പ് നമുക്കിവിടെ കാണാൻ പറ്റും. വഴികളിലെല്ലാം ഇങ്ങനെ മരങ്ങളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ കിടക്കുകയാണ് വട്ടം. ഇതാണ് 25 GB ബംഗ്ലാവ്. നമ്മൾ ബംഗ്ലാവിൻ്റെ അകത്തേക്ക് നമ്മൾ കയറാൻ പോവാണ്. ഗേറ്റ് ഞാൻ തുറക്കാൻ പോവാ. ഇപ്പം നമ്മൾ ബംഗ്ലാവിൻ്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് ബംഗ്ലാവ്. നിങ്ങളിപ്പോൾ ഈ കാണുന്നതാണ് ബംഗ്ലാവ്, ബോണക്കാട് ബംഗ്ലാവ്. ഇവിടെയാണ് ആ പിഞ്ചു കുഞ്ഞിനെ അതിദാരുണമായി കൊല ചെയ്യപ്പെട്ടു എന്ന് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ആ പിഞ്ചു കുഞ്ഞിൻ്റെ രൂപവും ഒരു പ്രേത സമാനമായ രൂപം ഇവിടെ പലരും കണ്ടതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ ബംഗ്ലാവാണിത്. അവിടേക്കാണ് നമ്മളിപ്പോൾ യാത്ര വന്നിട്ടുള്ളത്. വളരെ എന്താ പറയുക, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസാണ്. വളരെ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസാണ്. ഇതിൻ്റെ വ്യൂ വളരെ എന്താ പറയുക. ഇതാണ് ബംഗ്ലാവിൻ്റെ ഫ്രണ്ടിലെ ക്രിസ്മസ് മരം. വളരെ ദൂരത്തു നിന്ന് പോലും ബംഗ്ലാവിൻ്റെ ഒരു അടയാളമായി പറയപ്പെടുന്നത് ഈ ക്രിസ്മസ് മരമാണ്. ഏകദേശം 5 കിലോമീറ്റർ ദൂരത്തു നിന്ന് വരെ നമുക്ക് ഈ ക്രിസ്മസ് മരം കാണാൻ സാധിക്കും. ഇതാണ് ബംഗ്ലാവിൻ്റെ മുന്നിലുള്ള എന്താ പറയുക അടയാളമായ ആ ക്രിസ്മസ് മരം. ക്രിസ്മസ് മരമാണ് ഇവിടെ സാധാരണ ആൾക്കാർ അടയാളം എന്ന പേരിൽ പറയുന്നത്. അതാണ് ബംഗ്ലാവിൻ്റെ ഫ്രണ്ടിൽ കൂടെയുള്ള ആ വ്യൂസാണ് ഇതെല്ലാം. വളരെ ബ്യൂട്ടിഫുള്ളാണ്. ഇവിടെ നിന്നുള്ള ഫ്രണ്ട് വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ ഒരു ക്യാമറയിലൂടെ, എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഈ മൊബൈൽ ക്യാമറയിലൂടെ എനിക്ക് പറഞ്ഞു തരാൻ പറ്റത്തില്ല. നേരിട്ട് വന്ന് തന്നെ ആ ഒരു ബ്യൂട്ടി ആസ്വദിക്കാം. അപ്പോൾ നമ്മൾ ബോണക്കാട് ബംഗ്ലാവിൻ്റെ ഇതാണ് നമ്മുടെ ബോണക്കാട് ബംഗ്ലാവ്. ബംഗ്ലാവിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ എത്തിച്ചേർന്നത്. വേറെ ആരും തന്നെ ഈ പരിസരത്തില്ല. എനിക്ക് തോന്നുന്നു ഒരു 25-20 അത് വേണ്ട, ഒരു 10 കിലോമീറ്റർ ചുറ്റളവിൽ ആരുമില്ല. ഇവിടെ തോട്ടപ്പണിക്കാരും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. നമുക്ക് ഈ ബംഗ്ലാവിൻ്റെ അകത്തേക്ക് കയറാം. ഇത് ഇവിടെ കണ്ടോ, ഇത് ബെഡ്റൂം. എനിക്ക് തോന്നുന്നു ബെഡ്റൂം വിന്റർ സീസണിനെ ചെറുക്കാൻ വേണ്ടിയിട്ട് ഒരു എന്താ പറയുക ചിമ്മിനിയോടുകൂടി ചെയ്തേക്കുകയാണ്. നമുക്കൊരു ഫയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇത് ആക്ച്വലി ഒരു ഇംഗ്ലീഷ് ആർക്കിടെക്ചർ സ്റ്റൈലാണ് കംപ്ലീറ്റ്ലി ഈ ബംഗ്ലാവ് ചെയ്തിട്ടുള്ളത്. ഇംഗ്ലീഷ് ആർക്കിടെക്ചർ സ്റ്റൈലാണ് ചെയ്തിട്ടുള്ളത്. നമുക്കിവിടെ കാണാൻ പറ്റും. ഇത് വന്നിട്ട് കിച്ചനാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രീതിയിലാണ് കിച്ചൺ ചെയ്തിട്ടുള്ളത്. സ്ലാബ് എല്ലാം വെച്ചിട്ട് ഇപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ് സ്റ്റൈലിൽ തന്നെയാണ് ആ കാലഘട്ടത്തിൽ ഒരു 100 വർഷം മുമ്പ് ചെയ്തിരിക്കുന്നത്. ഇതൊരു കോമൺ കോറിഡോറാണ്. ഇതൊരു ബെഡ്റൂമാണ്. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഇതൊരു ബാത്റൂം, കോമൺ ബാത്റൂമും. ഇതും ഒരു ബെഡ്റൂം തന്നെയാണ്. എല്ലാ ബെഡ്റൂമും എല്ലാ ബാത്റൂംസും വന്നിട്ട് എന്താ പറയുക ബാത്ത് ടബ്,
തുടങ്ങിയ ലേറ്റസ്റ്റ് ഫെസിലിറ്റീസ് എല്ലാം ആ 100 വർഷം മുമ്പ് ഈ ബംഗ്ലാവിൽ ചെയ്തിട്ടുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഹീറ്റർ പോയിൻറ്റ്സിൻ്റെ പോലും പോയിൻറ്റുകൾ 100 വർഷം മുമ്പുള്ള ബംഗ്ലാവിൽ നമുക്ക് കാണാൻ പറ്റും. ഇത്രയും മനോഹരമായിട്ടുള്ളൊരു ആർക്കിടെക്ചറൽ സൃഷ്ടി 100 വർഷം മുമ്പ് അദ്ദേഹം ജീവിച്ചിരുന്ന ആ ഫോറിനർ ചെയ്തു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മുൻകാഴ്ച നമുക്ക് ഊഹിച്ചെടുക്കാവുന്നതിലും അപ്പുറമായിരിക്കും. നമ്മൾ കോമൺ ഫ്രണ്ട് ഏരിയയിലേക്ക് പോവുകയാണ്. ഇവിടെ നല്ല വ്യൂ എന്ന് പറഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ. എനിക്കൊരു ട്രിവാൻഡ്രം സിറ്റി കംപ്ലീറ്റ് നമുക്ക് ഇവിടെ കവർ ചെയ്ത് കാണാൻ പറ്റും. എനിക്ക് തോന്നുന്നു കടൽ വരെ നമുക്കൊരു ബൈനോക്കുലർ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ ഒരു കടൽ പോലും കാണാൻ പറ്റും തിരുവനന്തപുരം ഭാഗത്തുള്ള. ഇതാണ് ആ ക്രിസ്മസ് മരം, ഇവിടുത്തെ ആൾക്കാർ വിശേഷിപ്പിക്കുന്ന ക്രിസ്മസ് മരം. ഇതാണ് ദൂരെ നിന്ന് ബംഗ്ലാവിൻ്റെ, ഈ ക്രിസ്മസ് മരമാണ് ബംഗ്ലാവിൻ്റെ അടയാളം ആയിട്ട് പറയപ്പെടുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ ബംഗ്ലാവ് വിട്ട് പോവുകയാണ്. അടുത്തൊരു ബ്യൂട്ടിഫുൾ ഡെസ്റ്റിനേഷനുമായി ഞങ്ങൾ വരുന്നതായിരിക്കും. അൺടിൽ ദെൻ ബൈ ബൈ.